നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരും ഒരിക്കലും ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തതാ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളല്ലേ അവര്. സുമിതയുടെ കുടുംബത്തിന് അങ്ങനെ ഒരു അപമാനം ഉണ്ടായ അത് ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ഗിരിയല്ലേ. അതുപോലും ഈ സാമദ്രോഹി ചിന്തിച്ചില്ല. ശരി, അതൊക്കെ സമ്മതിച്ചു. അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോണത്? ആ കുട്ടിയോട് ഇവൻ കാണിച്ചതിന് പ്രായശ്ചിത്തം ചെയ്യണോ അമ്മേ? അത് നമ്മുടെ കടമയാ. അല്ലാതെ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കുണ്ട് 2 പെൺമക്കള്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ആ പെൺകൊച്ചിന്റെ ശാപം ഈ കുടുംബത്തിന് മേൽ വന്നു വീഴാതിരിക്കാൻ വേറെ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുമില്ല. എന്ത് തീരുമാനം? അത് വേറൊന്നുമല്ല ഗിരിമോനെ. നിതീഷിന്റെയും നന്ദിതയുടെയും കല്യാണം നടത്തണം, അത്രേ ഉള്ളൂ. ഇവനെ ഞാൻ പറയേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവന് സമ്മതോ? ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ ഇപ്പോ ഏട്ടന് ചെറിയ കുറ്റബോധമൊക്കെ ഉണ്ട് അച്ഛമ്മേ. ഒരിക്കലും നന്ദിതയെ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാനത് ചെയ്തത്. പറ്റിപ്പോയതാണ്. ഞാൻ ചെയ്ത തെറ്റ് തിരുത്താൻ അമ്മ എന്നോട് ഒരുപാട് നിർബന്ധിച്ചു, ഉപദേശിച്ചു. ആ തെറ്റ് തിരുത്തിയേക്കൊള്ളാന്ന് എനിക്കുണ്ട്. അല്ല, ഗിരിമോൻ ഇക്കാര്യത്തില് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഇവനീ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാ. നല്ല തീരുമാനം. ഒരു തെറ്റു പറ്റിയാൽ അത് തിരുത്താൻ തോന്നുന്നത് നല്ല കാര്യം തന്നെയാ. നമ്മൾ എന്തിനാ വെറുതെ ആ കൊച്ചിന്റെയും ആ കുടുംബത്തിന്റെയും പ്രാക്ക് വാങ്ങി കെട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒട്ടും വച്ച് താമസിപ്പിക്കാതെ കല്യാണം നടത്തണമെന്ന എന്റെ അഭിപ്രായം. ഏതായാലും ഒരു മംഗളകാരിയല്ലേ. ഒരു ജോത്സ്യനെ വിളിച്ച് നല്ല നേരം നോക്കാതെ എങ്ങനെയാ മോനെ? അല്ല തക്കുടു? അതാവാം. ആ, പക്ഷേ അതിനു മുമ്പ് അവരുടെ വീട്ടുകാരോട് കൂടി. അവർക്ക് സന്തോഷമോ മോനെ? ആ, എന്നായിക്കോട്ടെ, നല്ല കാര്യം. പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഒരുപാട് ആർഭാടമായിട്ടൊന്നും വേണ്ടെന്ന എന്റെ അഭിപ്രായം. സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ഒരു താലി കെട്ടും, അത് മതി. അടുത്ത ബന്ധുക്കളെ മാത്രം ക്ഷണിച്ചാൽ മതി അമ്മേ. അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ. നമ്മള് 2 കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. അതാ നല്ലത്. അതിന്റെ ആവശ്യമുള്ളൂ. എന്നാ പിന്നെ ഇനി താമസിപ്പിക്കണ്ട. എത്രയും പെട്ടെന്നേ ഒരു നാളെ കുറിച്ച് കല്യാണം നടത്താൻ നോക്ക്. അങ്ങനെയാണെങ്കിലും ചീത്തപ്പേര് ഒഴിവാക്കാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാലും ആ രാക്ഷസി താലി കെട്ടിയ ഭർത്താവിനോട് ഇത്രയും വലിയ ദ്രോഹം കാണിച്ചിട്ടാ തലയെടുത്ത് പിടിച്ച് ഞെളിഞ്ഞ് നടന്നോണ്ടിരുന്നത്. ഇതിനു പകരം അവളെ ഇഞ്ചിഞ്ചായി അരിയണം മോനെ. ഞാൻ സരോജൻ വിളിച്ച് ചൈന കോളനിലെ പെണ്ണുങ്ങളെയും കൊണ്ട് ഇപ്പൊ തന്നെ സത്യഭാമയുടെ വീട്ടിലേക്ക് തിരിക്കാം. അമ്മ, അതിന് അവളിപ്പോ അവിടെ ഇല്ല. പിന്നെ സുസ്മിത ഇപ്പൊ പോലീസ് അറസ്റ്റില. എന്തിന്? രോഹിതിനെ കാണാതായ കേസില് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനിയാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. രോഹിത്തിനെ കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോ സുസ്മിത രോഹിത്തിനെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ചിട്ട് ശ്രീരഞ്ജിനി അവൾക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആളെ കണ്ടു കിട്ടാതെ അങ്ങനെ കേസ് ഫയൽ ചെയ്യാനൊക്കെ പറ്റുമോ മോനെ? അത്
നിയമത്തില് അങ്ങനെ ഒരു പഴുതുണ്ടെന്നാണ് ശാലിനി പറഞ്ഞത്. ഉം. ഇന്ന് അവളെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നുണപരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ അവള് കള്ളം കാണിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതും പോലീസ് കണ്ടുപിടിച്ചു. അതും കൂടി കൂട്ടിച്ചേർത്തിട്ടാ കോടതിയിൽ കേസ് ചാർജ് ചെയ്തിരിക്കുന്നേ. ചുരുക്കത്തില് അവളാകെ പെട്ടിരിക്കുക. രോഹിത് ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൾക്കും അവളുടെ ചിറ്റപ്പൻ ചന്ദ്രബോസിനും ഒക്കെ അറിയാം. പക്ഷെ എവിടെ പോയിന്ന് ഒരു പിടുത്തൂല്ല. ആകെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും അവർക്ക്. നാളെ കേസ് കോടതി വിചാരണയ്ക്ക് എടുക്കും. രോഹിത്തിനെ കൊല്ലാൻ നോക്കിയതല്ലേ അവള്. അതിനുള്ള ശിക്ഷ തന്നെ അവൾക്ക് കിട്ടണം. ഇവൻ ഇവിടെ ഉള്ളപ്പോ അതെങ്ങനെയാ മോനെ? അമ്മേ, കേസ് വിധിയാവുന്നവരെ രോഹിത്തിനെ മറ്റാരും കാണാതിരുന്നാ മതി. രോഹിത്തിനെ തിരഞ്ഞ് മനസ്സമാധാനം നഷ്ടപ്പെടണം അവൾക്കും അവളുടെ ചിറ്റപ്പനും. അമ്മേ, ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമല്ലേ രോഹിത് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ കൊലപാതകത്തിനുള്ള ശിക്ഷ തന്നെ അവൾക്ക് കിട്ടണം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാം. അമ്മേ, ജീവിച്ചിരിക്കുന്നവർ പലരും മരിച്ചതും മരിച്ചവർ പലരും ജീവിച്ചിരിക്കുന്ന നാടാ നമ്മുടേത്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമാണ് ബ്രോ. എടോ, ശ്രമിച്ചാ നടക്കുന്ന എന്റെ അഭിപ്രായം. പിന്നെ കേസ് ഇത്രയും മുറുകിയ സ്ഥിതിക്ക് താനിപ്പോ പുറത്തിറങ്ങിയ പരാതി ദുർബലമാവും. അത് സുസ്മിതയ്ക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കും ചെയ്യും. അവള് കുറച്ചു നാളെങ്കിലും അകത്ത് കിടക്കണം. വിഷ്ണുമോൻ പറയുന്നത് തന്നെയാ ശരിയെന്നാ എനിക്ക് തോന്നുന്നത്. അവൾക്കത് തന്നെ കിട്ടണം. പിന്നെ ഈ കോളനിയിൽ രോഹിത്തിന്റെ സുരക്ഷ അമ്മ തന്നെ നോക്കണം. പോലീസോ ഗുണ്ടകളോ ഒക്കെ വന്നെന്ന് വരാം. ചൈന കോളനിയുടെ മതിലിനുള്ളിലുള്ളതിനേക്കാൾ വലിയ ഗുണ്ടകളൊന്നും പുറത്തില്ല വിഷ്ണുമോനെ. പോലീസിന്റെ കാര്യമാണെങ്കിൽ ചോദിക്കാതെയും പറയാതെയും ഒരുത്തൻ ഈ കോളനി യൂണിഫോം ഇട്ട് കയറിയാൽ അവൻ രണ്ടു കാലി തിരിച്ചു പോകില്ല, നിലത്തെഴയും. മോനൊന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടെ വന്ന ഒരുത്തനും രോഗത്തിനെ ഒന്ന് തൊടുക പോലും ചെയ്യില്ല. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. അതെ മോനെ, അവൾ എന്റെ മോനെ കൊല്ലാക്കൊല ചെയ്തതല്ലേ. പിന്നെയും അവള് ആളെ പിന്നാലെ വിട്ട് കൊല്ലാൻ നോക്കി. അവൾക്ക് പരമാവധി ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. നാളെ അവളെ കയ്യാമം വെച്ച് പോലീസ് ജീപ്പിൽ കയറ്റി ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് കാണണം മോനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടിലാണെങ്കിലും എനിക്ക് വിഷ്ണുവേട്ടന് നല്ലൊരു ജീവിതമുണ്ട്. സന്തോഷമായിട്ടാ ഞങ്ങൾ ജീവിക്കുന്നത്. ഇവക്ക് അത് കണ്ടിട്ടുള്ള അസൂയ. ഞാനും വിഷ്ണുവേട്ടനും തമ്മിലുള്ള കല്യാണം യാദൃശ്യമായിട്ട് സംഭവിച്ചതാ. എന്നാലും ഇപ്പൊ പരസ്പരം പ്രാണനെ പോലെ സ്നേഹിച്ചാ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അല്ല, കല്യാണത്തിന് മുമ്പ് മുടിഞ്ഞ പ്രേമമായിരുന്നല്ലോ രാജീവ് സാറും ശാരികച്ചും തമ്മില്. ആരും രാജീവ് സാറിനെ നിർബന്ധിച്ച് കെട്ടിവെച്ചതൊന്നും അല്ലല്ലോ ശാരികച്ചിയുടെ തലയില്. സ്വന്തമായിട്ട് അങ്ങ് തലയിലെടുത്ത് വെച്ചതല്ലേ. അപ്പോഴേ അതിലെന്ത് കുഴപ്പം വന്നാലും സ്വയം അങ്ങ് അനുഭവിച്ചോണം. അല്ലാതെ അതും കെട്ടി വലിച്ചോണ്ട് ഈ വീട്ടിൽ വരണ്ട. അതെന്താടി, നിനക്ക് ഈ വീട് ആരെങ്കിലും തീരെ എഴുതി തന്നിട്ടുണ്ടോ? ശാരികേച്ചിക്കും ആരും തീരെ എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ ഈ വീട്. ഞങ്ങൾക്കുള്ള അതേ അവകാശം തന്നെയാ ശാരികേച്ചിക്ക് ഉള്ളത്. ആ അവകാശം ഉണ്ടല്ലോ. ആ അവകാശത്തിലാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. നാണമില്ലേ ചേച്ചി കെട്ടിച്ചു വിട്ടിട്ട് അമ്മയുടെ കഴുത്തിൽ ഇങ്ങനെ തൂങ്ങാനായിട്ട്? അതെ, എന്റെ കല്യാണം ശാരികേച്ചിയുടെ കല്യാണത്തിന് മുമ്പേ കഴിഞ്ഞതാ. എന്നിട്ട് ഇതുവരെ ഒരാഴ്ച പോലും ഞാൻ തികച്ചിവിടെ നിന്നിട്ടില്ല. കെട്ടിച്ചു വിട്ട ആ പെൺമക്കൾ ഇങ്ങനെ അമ്മമാർക്കൊരു ഭാരമായിട്ട് നടക്കരുത്. സ്ത്രീധനം ചോദിച്ചും ഷെയർ ചോദിച്ചും ഒക്കെ ചേച്ചി ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി. ഇത് ശാരികേച്ചിയുടെ ഉള്ളിൽ തന്നെയുള്ള എന്തോ കോംപ്ലക്സാ. മുമ്പ് രാജീവ് സാറിന്റെ അമ്മയും അമ്മാവനും ആയിരുന്നു പ്രശ്നം. അതൊഴിവായപ്പോ ഓരോ മുട്ടപ്പോക്ക് പറഞ്ഞ് ചേച്ചി ഇവിടെ അട്ടിപ്പേര് തുടങ്ങി.
നല്ല ഒന്നാം തരം ജോലിയുള്ള രാജീവ് സാറിപ്പോ മുഴുക്കുടിയനായി. ഹോ, ചേച്ചിയെ കൊണ്ട് ഇത്രയും സാധിച്ചല്ലോ, സന്തോഷം. അല്ല, ചേച്ചി ശരിക്കും രാജു സാറിനെ ഒരു ആണല്ലെന്ന് പറഞ്ഞല്ലേ ഇവിടെ ഇറക്കി വിട്ടെ? എനിക്കിപ്പോ തോന്നുന്നതേ പ്രശ്നം ചേച്ചിക്കാണെന്ന്. എന്തു പറഞ്ഞടി നീ? ശാലിനി, മക്കളെ വിട്. ദേ, എല്ലാവർക്കും നേരെയുള്ള കൈവീശലേ ശാലിനിക്ക് നേരെ വേണ്ട. രാജീവ് സാറോ ആ സാറിന്റെ പാവ അമ്മയോ അല്ല ഞാൻ. ന്യായമില്ലാത്ത കാര്യത്തിനാണ് തല്ലുന്നെങ്കിലേ ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. കൈ പിടിച്ചൊടിച്ചു കളയും ശാലിനി. ശാലിനി, കൈ വിടടി. ദേ, അറിയാലോ എന്റെ വിഷ്ണുവേട്ടനെ, അധികം കളി വേണ്ട. ഞാൻ ഇറങ്ങാം അമ്മേ. മോളെ, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂടി. ദേ, ഇവളുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാ ഞാൻ. കിട്ടി ബോധിച്ചു, തൃപ്തിയായി. ശാലിനി, നിക്ക് മോളെ. എടി, നിക്കാൻ. ശാലിനി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേവി, സച്ചേട്ടന്റെ പ്രാർത്ഥന എന്താന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരേ ഒരു പ്രാർത്ഥനയുള്ളൂ. സച്ചേട്ടനോടൊപ്പം ഇനി എത്ര നാളെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു ദിവസത്തിന് മുൻപ് ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്ക് തിരിച്ചു പിടിച്ചു തരണേ ദേവി. എന്നെ സച്ചേട്ടനെ ഒരിക്കലും രണ്ടാക്കല്ലേ. സച്ചേട്ടന്റെ മനസ്സ് എനിക്ക് നിന്നോട് അവകാശപ്പെടാനേ കഴിയൂ. മോഷ്ടിക്കാൻ എനിക്കാവില്ല ദേവി. സച്ചേട്ടനെ എനിക്ക് വേണ്ടി ദൈവം മാറ്റി നിർത്തിയതാന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പ്രാർത്ഥന ദേവി കേൾക്കുന്ന വിശ്വാസത്തിലാ ഞാനിവിടെ നിൽക്കുന്നത്. ജീവിത അവസാനം വരെ ഇവിടെ വന്ന് ഒരുമിച്ച് നിന്ന് ദേവിയെ തൊഴാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ ദേവി. കൈക്ക് എന്ത് പറ്റി? തിരുമേനി, ആളുടെ കൈ പൊള്ളിയിരിക്കുക. പ്രസാദം, ഞാൻ തൊട്ടുതരാം. കൈവയ്യെല്ലാം. കണ്ണു നിറഞ്ഞുള്ള പ്രാർത്ഥനയായിരുന്നല്ലോ. എന്താ ഇത്രയ്ക്ക് പ്രാർത്ഥിച്ചത്? എനിക്കറിയാം എന്താ പ്രാർത്ഥിച്ചെന്ന്. എന്നെ നേർവഴിക്ക് നടത്തണമെന്നല്ലേ. ഞാൻ നല്ല കുട്ടിയായിട്ട് നടന്നോളാം.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എപ്പോഴും നിനക്ക് തുളസിയുടെ മണമാ. പിന്നെ എന്തിനാ തുളസിത്തറ? ഇങ്ങനൊന്നും പറയരുത്, നല്ല ദോഷം കിട്ടു കേട്ടോ. ദോഷം കിട്ടിയാ മാറാനായിട്ടൊരു വഴിയുണ്ട്. എന്ത് വഴി? വാ, ഞാൻ പറഞ്ഞുതരാം. മഹേട്ട വേണ്ട, ഞാൻ പറഞ്ഞുതരാന്നേ. മഹേട്ട വേണ്ട, വേണ്ട. വേണ്ട മഹേട്ട. ഒരു സംശയവുമില്ല, ഗൗരിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഈ തുളസിത്തറ തന്നെയാ. അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉമ്മ. സാരി ഉടുപ്പിക്കട്ടെ? ശരിയാവുന്നില്ലല്ലോ ഇത്. ഇങ്ങനെ ഉടുത്താൽ എങ്ങനെ ശരിയാവും? ഇങ്ങനെയല്ല പാവയെ സാരി ഉടുപ്പിക്കേണ്ടത്. പിന്നെങ്ങനെയാ? ഞാൻ കാണിച്ചാൽ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഈ പാവയ്ക്ക് പേരെന്തേലും ഉണ്ടോ? ഉണ്ട്. എന്താ പേര്? ഗൗരി. ഗൗരിയോ? അത് മോളുടെ അമ്മയുടെ പേരല്ലേ? എന്റെ അമ്മയായത്. ഓ, അത് ശരി. ഇന്നെന്തിനാ അമ്മ സാരി ഉടുപ്പിക്കുന്നത്? ഇന്നേ എന്റെ അമ്മയുടെ ബർത്ത്ഡേയാ. പക്ഷെ ആരും എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല. അതെന്താ ആഘോഷിക്കാത്തത്? എന്റെ അമ്മ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതെന്താ മോളുടെ അമ്മ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തത്? അറിയില്ല. മാളു, നമുക്ക് മാളുവിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചാലോ? അതിവിടെ ആരും സമ്മതിക്കില്ല. നമുക്ക് സമ്മതിപ്പിക്കാം. കള്ളം പറയുവാണോ? അല്ല, സത്യാ പറയുന്നത്. നമുക്കേ മാളുവിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാം. എന്തായാലും നമുക്ക് മോളുടെ അമ്മയുടെ ബർത്ത്ഡേ ഇന്ന് ആഘോഷിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ആന്റിയുടെ പേര്? ശ്രീദേവി. അതെന്റെ മുത്തശ്ശിയുടെ പേരാ. ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു. ഇതാണോ ആന്റിയുടെ മോൻ? അതെ. ഹലോ. ഇഷ്ടമായില്ല അല്ലേ? സ്വാതി എന്നല്ലേ പേര്? അതെ. മുറപ്പെണ്ണും മുറച്ചെറുക്കനും ലവ് ആണല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കുറച്ചൊക്കെ എനിക്കറിയാം. ദൈവമേ, ഇവൻ കുളമാക്കാതിരുന്നാ മതിയായിരുന്നു. അമ്മ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എന്റെ ആന്റി ഒന്ന് മയത്തിൽ ചോദിക്കേ. പെട്ടെന്നൊരാള് കേറി ഇങ്ങ് വന്നാലേ വിശ്വസിക്കാൻ കുറച്ച് പാടാ. അമ്മ വന്നിട്ടേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ.
ആരുമില്ലാത്ത പെണ്ണാന്നറിഞ്ഞ് തരികിടയ്ക്ക് വന്നതാണെങ്കി നീ വന്നതുപോലെ പോവില്ലേ? എന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച അങ്ങളുടെ വൈഫാണല്ലേ? മനസ്സിലായി. എന്റെ ആന്റി വന്നാ പോവാനും എനിക്കറിയാം. അതെന്റെ ശീലമായി പോയി. ആന്റിയെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല. ഭീഷണി എനിക്ക് പണ്ടേ ഡൈജസ്റ്റ് ആവില്ല. എടാ, തനി സ്വഭാവം പുറത്തിറക്കലടാ മഹാഭാവി. ശ്രീകുട്ടി, വാ റൂമിലേക്ക് പോവാം. അമ്മ ചെല്ല്. അമ്മ വന്നിട്ട് ഞാൻ റൂമിലേക്കുള്ളൂ. എന്താന്ന് വെച്ചേ ഒരാന്റി പിണങ്ങിപ്പോയി. നിന്റെ ID പ്രൂഫ് എനിക്ക് കാണണം. ഈ ആന്റി CBIയിലാണോ? കാഴ്ചയിലും അതിന്റെ ഒരു ഗെറ്റപ്പ് ഉണ്ട്. പക്ഷേ എന്റെ ID ആന്റി കണ്ടതുപോലെ തന്നെ. ഹലോ, നീ കയറി വന്നിരിക്കുന്ന സ്ഥലം വേറെയാ. എനിക്കെല്ലാ സ്ഥലവും ഒരുപോലെ. ഇവൻ നല്ല ഒന്നാന്തരം കൂട്ട തന്നെയാ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാനിവിടെ നിൽക്കാൻ പാടില്ലെങ്കിൽ ഗേറ്റിന് പുറത്ത് നിൽക്കാം. ലച്ചുവിനെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. എനിക്ക് അവൾക്കൊരു ജോലി ആവശ്യമാണെന്ന് പറഞ്ഞ അത് ഏർപ്പാടാക്കി കൊടുക്കണ്ടേ? അല്ലാതെ കൂട്ടിക്കൊണ്ടു പോകാനൊന്നും വന്നതല്ല ഞാൻ. എനിക്കതിന് കഴിയുകയില്ല. അമ്മ ഇവിടെ ഉള്ള കാര്യം സഞ്ജയ് എങ്ങനെ അറിഞ്ഞു? ചെറിയൊരു ആക്സിഡന്റ് പറ്റി എനിക്ക് 3-4 ദിവസം ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സിസ്റ്ററാ ലച്ചുവിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും തന്നത്. എന്താ സിസ്റ്ററിന്റെ പേര്? സുരഭി. അതേറ്റു, ഇവൻ നല്ല പെർഫോമർ തന്നെ. നാട്ടിൽ വന്നപ്പോ ലച്ചുവിനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ പേര് ലച്ചു സുരഭി സിസ്റ്ററിനോട് പറഞ്ഞിരുന്നു. എന്നെ അമ്പരിപ്പിച്ചോണ്ടല്ലേ ഇങ്ങോട്ട് വന്ന് ലച്ചുവിനെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചത്. സത്യത്തെ ഞാൻ ഷോക്കായി പോയി. പിന്നെ കഥകളൊക്കെ ആ സിസ്റ്റർ പറഞ്ഞു. രാജു, നീ അവന് കുടിക്കാൻ ചായ എടുക്ക്. അയ്യോ, അതൊന്നും വേണ്ട ആന്റി. അത് പറ്റില്ല മോനെ. അമ്മ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. നീ ചെല്ല് മോനെ, ഇരിക്കുന്നേ. അവളിവിടത്തെ സെർവന്റ് ആണല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ലച്ചുവിന്റെ ഭർത്താവിന്റെ പേര് സഞ്ജയ് എന്നാണോ മെമ്പർ പറഞ്ഞത്? അതിലെന്താ സംശയം? അത് തന്നെയാ അവന്റെ പേര്. ഞാൻ മെമ്പറുടെ ഫോണിലേക്ക് ഒരു പയ്യന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കി ലച്ചുവിന്റെ ഭർത്താവാണോ എന്ന് പറയണം. അതിനെന്താ? പിന്നെ ഇവിടെ നെറ്റ്വർക്ക് ഇത്തിരി കുറവാ. ഫോട്ടോ ഡൗൺലോഡ് ആയാ പറയാം. എന്നാ ഞാൻ അല്പം കഴിഞ്ഞ് വിളിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഗൗരി പറഞ്ഞതിൽ സത്യമുണ്ടോന്ന് എനിക്കും അറിയണമല്ലോ. കഴിക്കും മോനെ, കഴിക്കൂ. ലച്ചുവിനെ കാണുന്നില്ലല്ലോ. അവളെന്താ എത്ര വൈകുന്നേ? ഇനി ക്ഷേത്രത്തിൽ വല്ല പണി അവള് ചെയ്യുന്നുണ്ടോ? ക്ഷേത്രത്തിൽ അവൾ എന്ത് പണി ചെയ്യാനാ? അല്ല, ഈ മാലകെട്ടലും അവിടത്തെ വിളക്കും പാത്രങ്ങളൊക്കെ കഴുകി തുടക്കലും അങ്ങനെ പല പണികളുണ്ടല്ലോ. കഴകപ്പണിക്കൊക്കെ അവിടെ ആളുകളുണ്ട്. ഓ, അവള് പൂജ ചെയ്യാൻ പോയതാ മോനെ. നിന്നെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നതാണെന്ന് എനിക്ക് മനസ്സിലായടാ, ഡ്യൂപ്ലിക്കേറ്റ്. നീ ചിരിച്ച് സന്തോഷിക്ക. നിന്റെ വേഷം കെട്ടൽ ഉടനെ പൊളിഞ്ഞു വീഴാൻ പോവാ. നീ മാത്രമല്ല, നിന്നെ കൊണ്ടുവന്നവരെയും ഞാൻ കൊടുക്കും. അമ്മ ഇത്രയും വൈകേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ നടയടിച്ചു കാണുമല്ലോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയാലോ? അവള് പോയ ക്ഷേത്രം ഏതാന്ന് പറഞ്ഞാ മതി. അത് വേണ്ട.
നീ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നതല്ലേ? ഇനി അവള് വന്ന് നീ പറഞ്ഞതാണോ സത്യമെന്ന് അറിഞ്ഞിട്ട് പോയാ മതി. അവിടെയും തീരില്ല എന്നത് വേറെ കാര്യം. അല്ല, എന്നാ പിന്നെ അവള് വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. അല്ല, എന്നാലും രാവിലെ ക്ഷേത്രത്തിൽ പോയ പെൺകുട്ടിയെ ഇതുവരെയും കാണാതിരുന്നാൽ ഒന്ന് അന്വേഷിക്കേണ്ട കടമ നിങ്ങൾക്കില്ലേ? താലി കെട്ടിയ നിനക്കില്ലാത്ത കടമയൊന്നും നീ ഇങ്ങോട്ട് പറയണ്ട. അതവൾക്ക് എന്റെ ഹെൽപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് പോയതല്ലേ. ഇനിയിപ്പോഴേ ഇവിടെ നിക്കണ്ടെന്ന് വെച്ച് അവള് പോയതാണെങ്കിലോ പിന്നെ അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ബാധ്യതയില്ല. ശ്രീകുട്ടി അനിയത്തിയാണെന്നൊക്കെ പറയുമെങ്കിലും സത്യം അതല്ലെന്ന് അവൾക്കറിയാലോ. എളിമ സത്യം പറയണം. ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയപ്പോ അങ്ങനെ വല്ല സംസാരം ഇവിടെ ഉണ്ടായോ? നീ എന്നെ പഴിചാരാനൊന്നും വരണ്ട ശ്രീകുട്ടി. ഞാൻ ആ പെൺകുട്ടിയെ ഇന്നത്തെ ദിവസം കണ്ടിട്ടേ ഇല്ല. അങ്ങനൊരു സംസാരം ഇവിടെ ഉണ്ടായിട്ടില്ല മോളെ. അതെ കവിതേ, നീ വെറുതെ ഓരോന്ന് പറയല്ലേ. അമ്മുവിന്റെ ഭർത്താവാ വന്നിരിക്കുന്നേ. അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇവൻ വരുന്നതറിഞ്ഞ് അവള് മാറി നിന്നതാണെങ്കിലോ? സഞ്ജയ് വരുന്ന വിവരം അമ്മു എങ്ങനെ അറിയാനാ? അത് പിന്നെ അറിയിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് വിശാൽ സാറിന് പോലും മനസ്സിലാവാത്തത്? നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? നീ അതൊന്ന് തുറന്നു പറഞ്ഞേ. ഉദയനൂരമ്മ എന്റെ മനസ്സിൽ കാണിച്ചു തന്നതാ വിശാൽ സാർ. ഒരു കയ്യും കുത്തിവെക്കാനുള്ള സൂചിയും കയ്യിലെടുത്ത് അച്ഛനെ. ആ രൂപം എനിക്ക് വ്യക്തമല്ല. മരുന്നും സൂചിയുമായിട്ട് വന്ന് കുത്തിവെക്കണമെങ്കിൽ അത് വിശാൽ സാർ പറയുന്ന പോലെ ഒരു ഹോം നേഴ്സ് തന്നെ ആയിരിക്കില്ലേ? ഉദയനൂരമ്മ മനസ്സിൽ കാണിച്ചു തരുന്നതിന് മുമ്പേ ഗായത്രിയമ്മ പറഞ്ഞു അച്ഛന്റെ ജീവൻ അപകടത്തിലാണെന്ന്. അത് സംഭവിക്കും വിശാൽ സാറേ. ഹോം നേഴ്സ് അച്ഛനെ അപായപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തിനാ ഹോം നേഴ്സ്? ഞാൻ നോക്കിക്കോളാം അച്ഛനെ. പക്ഷേ പാർവതി, നീ അച്ഛനെ നോക്കുന്നതിൽ അമ്മയ്ക്കും ആന്റിക്കും തീരെ താല്പര്യമില്ല. പാർവതി നോക്കിയാൽ മതിയെന്ന് എനിക്ക് അവരോട് പറയാനും കഴിയില്ല. നിന്റെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സുകൊണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെയാ. ഞങ്ങളുടെ തീരുമാനത്തിന് ഒരു വിലയില്ലെന്ന് അമ്മയെ ആന്റിയൊക്കെ ചോദിക്കും. അവരോട് ഞാൻ എന്താ പറയുക? എനിക്കറിയില്ല വിശാൽ സർ. ഗായത്രി അമ്മയുടെ കരഞ്ഞ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അച്ഛനെ എന്നെ ഏൽപ്പിച്ചിട്ടാ ഗായത്രി അമ്മ മടങ്ങിയത്. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാ ആ ആത്മാവിന്റെ ശാപം എന്റെ തലയിൽ വന്ന് വീഴും. സംഭവിച്ചു പോയാലെന്നല്ല, അത് സംഭവിക്കും. ഉദയന്നൂരമ്മ എന്റെ മനസ്സിൽ കാണിച്ചു തന്നതെല്ലാം ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. നീ ഒന്ന് പേടിക്കാതിരിക്കുക പാർവതി. ഈ വീട്ടിൽ വെച്ച് നടക്കുന്നതല്ലേ നീ കണ്ടത്. നമ്മളൊക്കെ അല്ലേ ഈ വീട്ടില്. ഒന്നും സംഭവിക്കില്ല. എപ്പോഴും കാവല് നിൽക്കാൻ നമുക്ക് കഴിയില്ലല്ലോ വിശാൽ സർ. എന്റെ സേവനം അടുക്കളയിൽ മതിയെന്നാ അപ്പച്ചിയും അമ്മയും ഒക്കെ പറയുന്നത്. അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോ ഒച്ച വയ്ക്കാൻ പോലും കഴിയില്ല അച്ഛന്. നമ്മൾ ആരും അതറിയില്ല. എതിർക്കാൻ പോലും കഴിയാത്ത ഒരാളെ തീർക്കാൻ അധികം സമയമൊന്നും വേണ്ട വിശാൽ സർ. പാർവതി, അമ്മയപ്പച്ചയും ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല. അവര് പറയുന്നതെല്ലാം അനുസരിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. ഞാൻ അച്ഛന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടെന്ന് അവര് പറഞ്ഞു കഴിഞ്ഞു. അത് ധിക്കരിച്ച് ഞാൻ അച്ഛന്റെ മുറിയിൽ ചെന്നോ? അപ്പച്ചി പറഞ്ഞത് വിശാൽ സാറും കേട്ടതല്ലേ? ഞാൻ അച്ഛനെ കൊല്ലാൻ പോയതാണെന്ന്.
ഹോം നേഴ്സ് അച്ഛനെ അപായപ്പെടുത്തിയാലും അതും എന്റെ തലയിലാവും വരിക. അതെ, നീ വെറുതെ കാട് കയറി ചിന്തിക്കുക. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. സംഭവിക്കാൻ പാടില്ല. വിശാൽ സാറിന്റെ ശ്രദ്ധ എപ്പോഴും അച്ഛന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കണ്ട, ഞാനുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അഡ്വക്കേറ്റ് നമ്പ്യാരെ നീ പോയൊന്ന് കാണണം. പറ്റിയാൽ അവിടെ ഇരുന്നിട്ട് വക്കീലിനെ കൊണ്ട് എന്നെ ഒന്ന് വിളിപ്പിക്കുകയും വേണം. കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. ഭർത്താവ് മരിച്ചാൽ അയാളുടെ സ്വത്തുവകകൾക്ക് ഭാര്യയ്ക്ക് ഒരു അവകാശവും ഇല്ലേന്ന് എനിക്കറിയണം. അതറിഞ്ഞിട്ട് വേണം തീരുമാനങ്ങൾക്കൊരടിവരയിട്ട് ഉറപ്പിക്കാൻ. പാർവതി, നിന്നെ ഞാൻ എത്ര വിളിച്ചു. ഞാൻ കേട്ടു ഗാർഗി. താഴേക്ക് വരുന്ന വഴി കോടതിയിലേക്കൊന്ന് കയറേണ്ടി വന്നു. കോടതിയിലോ? നീ എന്താ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയുന്നേ? ഗാർഗി അന്വേഷിച്ച് ഞാൻ താഴേക്ക് വരുമ്പോ അമ്മ അപ്പച്ചയും കൂടി എന്നെ തടഞ്ഞു നിർത്തി വിചാരണ തുടങ്ങി. എന്ത് വിചാരണ? സരളേച്ചിയെ ഞാൻ എന്തിനാ ഇവിടെന്ന് പറഞ്ഞു വിട്ടേന്ന്. അതിന് അവരെ പറഞ്ഞു വിട്ടത് അമ്മ തന്നെയല്ലേ? അതെ, പക്ഷേ ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാ ശ്രമം. ജാസ്മിനെ പുറത്താക്കിയ അധികാരം സരളയുടെ കാര്യത്തിൽ ഞാൻ എടുത്തോ എന്നാ ചോദിച്ചത്. ഹാ, അതവിടെ നിക്കട്ടെ. നിന്റെ റൂമിലെ ഇപ്പൊ ഒരു മോഷണ ശ്രമം നടന്നു. ഞാനത് കയ്യോടെ പൊക്കി. എന്റെ മുറിന്ന് ആരെന്ത് മോഷ്ടിക്കാനാ? ജാസ്മിൻ, അവൾക്ക് ആ റൂമിൽ നിന്ന് എന്തോ എടുക്കാനുണ്ട്. അത് അവളുടെ തന്നെ എന്തോ ആണ്. ഞാൻ ചോദിച്ചപ്പോഴേ അവള് കുറെ കള്ളം പറഞ്ഞു. അതിന് അവളുടെ ഒരു സാധനവും ആ മുറിയിലില്ലല്ലോ. ഞാൻ അവിടെയൊക്കെ തൂത്തു തുടച്ച് നല്ല വൃത്തിയാക്കിയതുവാ. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് സെർച്ച് ചെയ്യണം. ഒരുപക്ഷെ നമുക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും ആണെങ്കിലോ. എന്റെ മുറിയില് അവിടെ ഒന്നും ഇല്ല ഗാർഗി. ഇനിയിപ്പം നിനക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഇന്ന് രാത്രി തന്നെ വേണമെന്നില്ലല്ലോ. വേണ്ട, എപ്പോഴെങ്കിലും. അപ്പൊ ശരിയേ, ഗുഡ് നൈറ്റ്. അയ്യോ, പിന്നെ ഞാൻ നിന്നെ അന്വേഷിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. നാളെ എനിക്കൊരു ഷൂട്ടുണ്ട്. അതിന് നിന്റെ ഒരു സഹായം വേണം. അയ്യോ ഗാർഗി, നാളെ ഒന്നും എനിക്ക് തീരെ സമയം ഉണ്ടാവില്ല. അച്ഛന്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ നോക്കണം. അടുക്കള കാര്യങ്ങളും അതും ഞാൻ തന്നെ നോക്കണം. വീടെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കുകയും വേണം. ഇതിനിടയില് എനിക്ക് എപ്പോഴാ സമയം? അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏതോ ഒരു ഹോം നഴ്സ് വരുന്നുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. വേണ്ട, അങ്ങനെ ആരും വേണ്ട ഇവിടെ. അത് അപകടമോ ഗാർഗി? അച്ഛന്റെ ജീവന് ആപത്ത് സംഭവിക്കും. നീ എന്തൊക്കെയാ പറയുന്നേ? സത്യം ഗാർഗി, ഉദയന്നൂരമ്മ എന്റെ മനക്കണ്ണിൽ കാണിച്ചു തന്നതാ. അതിനെ സമ്മതിക്കരുത് ഗാർഗി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്തട്ടാ, അവനോട് ചൂടാകൊന്നും വേണ്ട. ശാന്തമായിട്ട് വേണം കാര്യങ്ങൾ ചോദിക്കാൻ. വാടാ. ഈ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആനന്ദേട്ടാ, പതുക്കെ ഞാൻ ചോദിക്കാം. മോനെ, അച്ഛൻ ആകെ വിഷമത്തില. അമൃതയ്ക്ക് എന്താടാ സംഭവിച്ചേ? എന്ത് സംഭവിക്കാൻ? ഒന്നുമില്ല. എന്ത് പറഞ്ഞു? ഇവിടെ ഒന്നുമില്ലേ? നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്. ഞാൻ അതിനെ കുറിച്ച് എത്ര പ്രാവശ്യം നിന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്നു പറയാൻ പറഞ്ഞിട്ടില്ലേ?
നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല, ശരി. പക്ഷെ ഇതിപ്പോ ദേഷ്യം ഞങ്ങളോട് കൂടെ കാണിക്കുക. അപ്പൊ പിന്നെ എനിക്കിത് അറിയണം. പറ, എന്താ സംഭവിച്ചത്? അവൾ അച്ഛനോടും അമ്മയോടും ദേഷ്യം കാണിച്ചോ? എങ്കിൽ ഞാനത് ചോദിക്കാം. ഏയ്, ചോദിച്ചു കൂടുതൽ വഷളാക്കാനല്ല നിന്നെ ഇങ്ങോട്ട് വിളിച്ചേ. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കാനാ. അമൃതയെ പോലൊരു പാവം കുട്ടി ഇതുപോലെ വിരോധം കാണിക്കണമെങ്കിൽ മനസ്സ് നന്നായി മുറിഞ്ഞിട്ടുണ്ട്. അമ്മേ, ഞങ്ങൾക്കിടയിൽ അത്ര വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ വലിയ ഇഷ്യൂസ് ഒന്നും വേണ്ട. ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പറ. ഇല്ല, ഒന്നുമില്ല. വീണ്ടും നീ കള്ളം പറയുന്നോടാ. ആനന്ദേട്ടാ, വേണ്ട. ആദി, എന്താണെന്ന് വെച്ചാ തുറന്നു പറഞ്ഞേ പറ്റൂ. മുമ്പൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് ഞാനാ പൊട്ടിത്തെറിച്ചോണ്ടിരുന്നേ. അപ്പോഴൊക്കെ എന്നെ സമാധാനിപ്പിച്ചോണ്ടിരുന്ന ആളാ അച്ഛൻ. ആ അച്ഛൻ ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ മനസ്സ് വല്ലാതെ ഒലഞ്ഞിട്ടുണ്ട്. അത്രയും വിഷമിക്കാതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആളുമല്ല. എടാ മോനെ, അന്നൊരു പെൺകുട്ടി നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നോടെയാ ചെറുതായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയത്. അങ്ങനെയാ അമ്മ ആശുപത്രിയിലാവുന്നത്. ആശുപത്രിയിൽ വെച്ച് ഞാൻ ചോദിച്ചു, ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്കുണ്ടോന്ന്. നീ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. നീ ഇനിയെങ്കിലും പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോനെ, അമ്മയ്ക്ക് ഇനി ആശുപത്രി കയറാൻ വയ്യടാ. അന്ന് ആശുപത്രിയിലായപ്പോ രക്തം തരാൻ അശ്വതി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ഇനി ഞാൻ വീണുപോയാ വീണത് തന്നെയാ, പിന്നെ എണീക്കലുണ്ടാവില്ല. അമ്മയും അച്ഛനും വിഷമിക്കണ്ട. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ നോക്കിക്കോളാം. നീ എങ്ങനെ നോക്കിക്കൊള്ളാം? എടാ, ഒരു പ്രശ്നം തൽക്കാലത്തേക്ക് ഇല്ലാതാക്കിയല്ല വേണ്ടത്, എന്നേക്കുമായി പരിഹരിക്കണം. നോക്ക്, അഖിയും ശ്യാമയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവാ. ആ ചടങ്ങ് കാണാൻ വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നെ. അമ്മ വിഷമിക്കണ്ട, എല്ലാം നല്ല രീതിയിൽ തന്നെ വരും. അച്ഛാ, സോറി, ഞാൻ നോക്കിക്കോളാം. വിഷമിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവർ പോലും ഇപ്പൊ എന്നെ വഞ്ചിച്ചിരിക്കുക. ഞാൻ ആദ്യം കരുതിയത് ഭർത്താവ് മാത്രമേ ചതിച്ചുള്ളൂന്നാ. ഇപ്പോഴാ സ്നേഹം നടിച്ചു കൂടെ നിന്നവരുടെയും യഥാർത്ഥ മുഖം തിരിച്ചറിയുന്നേ. എനിക്കാരും വേണ്ട, എനിക്ക് ഞാൻ മാത്രം മതി. ഞാനല്ലാതെ മറ്റാരോ കൂടി നിന്നെ വേദനിപ്പിച്ചല്ലോ? ഐശ്വര്യാണോ? അവളുടെ സ്വഭാവം പണ്ടേ അറിയില്ല നിനക്ക്. ഇപ്പൊ മനസ്സിലാവുന്നു. മറ്റു പലരെക്കാളും ക്വാളിറ്റി ഉണ്ട് ഐശ്വര്യക്ക്. ഉള്ളത് മുഖത്ത് നോക്കി പറയുമല്ലോ. മുഖത്ത് ചിരിച്ചിട്ട് അകത്ത് ചതിക്കില്ലല്ലോ. നീ എന്തൊക്കെ ഈ പറയുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛനോടും അമ്മയോട് സോറി പറയാമെങ്കിൽ പറ. ഞാൻ പറഞ്ഞു, ഞാൻ ആരോട് എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അമൃതേച്ചി, അയ്യോ, ഇതൊക്കെ നിലത്തിട്ടൊക്കെയാണോ? ജയന്തി ആരാ ഇങ്ങോട്ട് വിളിച്ചേ? ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ. ജയന്തി പുറത്തു പോയേ. ജയന്തിയെ ഞാനാ വിളിച്ചേ. അയ്യോ, ഞാൻ കാരണം ഒരു തർക്കം വേണ്ട. ഞാൻ പോയേക്കാം. ജയന്തി ഒരിടത്തും പോണ്ട, നിൽക്ക്. സത്യം പറഞ്ഞാലേ എനിക്ക് ചേച്ചിയെ കാണുമ്പോ പാവം തോന്നുക. എന്നോടങ്ങനെ ആരും സഹതാപം കാണിക്കണ്ട. പക്ഷെ ഞാൻ സഹതപിക്കും. ഞാൻ എങ്ങനെയാ? ഒരാൾക്ക് വേണ്ടെങ്കിലും ഞാൻ സഹതപിക്കും. അല്ല, ഇപ്പൊ തന്നെ ചേച്ചി വിളിച്ചിട്ടല്ല ഞാൻ ഈ മുറിയിലേക്ക് വന്നത്. പക്ഷെ ചേച്ചി പറഞ്ഞില്ലേ ചേച്ചി വിളിച്ചിട്ടാ ഞാൻ വന്നതെന്ന്.
അത് കേട്ടപ്പോഴേ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പോയേക്കാന്ന് പറഞ്ഞപ്പോ ജയന്തി ഒരിടത്തും പോണ്ട നിക്കെന്ന് പറഞ്ഞില്ലേ? ഹോ, എന്തൊരു ഡയലോഗ്, മാസ് ഡയലോഗായിരുന്നു. കണ്ടോ കണ്ടോ, അത് കേട്ട് രോമാഞ്ചം ഇതുവരെ മാറിയിട്ടില്ല. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അല്ല, ചേച്ചിയെ ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്നോണ്ട് പറയുന്നതാ. അല്ല, മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാ. ശ്യാമയെ ഈ കുടുംബം ഇല്ലാതാക്കും. ഈ മിണ്ടാപ്പൂച്ച കലോടയ്ക്കുന്നല്ലേ, ആ പഴഞ്ചൊല്ല് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നും ശ്യാമയെ കണ്ടിട്ട് ആ പഴഞ്ചൊല്ലുണ്ടാക്കിയെന്ന്. ശ്യാമ എന്റെ നാത്തൂനൊക്കെ തന്നെയാ. അവളെ സോപ്പിട്ടൊക്കെ നിന്നാ എനിക്ക് ഗുണമേ കിട്ടൂ. പക്ഷെ അങ്ങനെ കിട്ടുന്ന ഗുണം എനിക്ക് വേണ്ട ചേച്ചി. അല്ല, അങ്ങനെയുള്ള ഗുണം ദേഹത്ത് പിടിക്കത്തൂല്ല. മുമ്പ് അവള് വീട്ടിൽ വെച്ച ഒരു കാര്യം പറയായിരുന്നു. ഏതെങ്കിലും പൂത്ത കാശുകാരനെ കല്യാണം ചെയ്ത് അവള് രക്ഷപ്പെടുമെന്ന്. എന്തായാലും അവള് വിചാരിച്ച കാര്യം നടത്തിയെടുത്തു. ഒരു കാര്യം, ഐശ്വര്യയും അമൃതേച്ചിയും അവളങ്ങ് ഒതുക്കും. കാരണം അവള് വാഴുന്നിടത്തേ വേറെ ആരെയും വാഴാൻ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ സീതമ്മ, പണമാണ് കാര്യം. നമുക്കിങ്ങനെ കല്യാണ റിസപ്ഷനോ സഞ്ചയനത്തിന്റെ കാപ്പികുടിയോ ഒക്കെ നടത്തി പിടിച്ചു നിൽക്കാനാവില്ല. ഒന്നുകിൽ വലിയ ഇവന്റുകൾ എടുത്ത് ചെയ്യുന്നവരുടെ കോൺട്രാക്റ്റുകൾ കിട്ടണം, അല്ലെങ്കിൽ അത്ര ഇവന്റുകളുടെ കാറ്ററിംഗ് കോൺട്രാക്ട് നേരിട്ട് പിടിക്കണം. എങ്കിൽ മാത്രമേ ഗുണം ഉണ്ടായിട്ട് എന്തെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റൂ. അതിന് നമുക്ക് ശ്രമിക്കാം. ഇപ്പൊ ഞാൻ വന്നത് വേറൊരു കാര്യം കൂടി പറയാനാ. ദേ, ഇവൾക്ക് ചിലപ്പോ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഉപകാരപ്പെടാനോ? അതെ, ഈ ഈരാൽ ഡോക്ടർ മോൻ ഒരു വലിയ കമ്പനി MD-യാ. അവരുടെ കമ്പനിയിൽ ഇപ്പൊ ആളെടുക്കുന്നുണ്ട്. നീയും ആരതിയും കൂടി ഒന്ന് വന്ന് കണ്ട അവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാലോ? അത് കൊള്ളാലോ. എന്താടി, പോയാലോ? നമുക്ക് പോവാൻ ചേച്ചി. ദിവസവും ജോലിയുണ്ടോ ചോദിച്ച് ഓരോ സ്ഥലങ്ങളിലെ ഇന്റർവ്യൂവിന് പോകലല്ലേ. ഇതിപ്പോ പരിചയക്കാരന് MD ആവുമ്പോ കൂടുതൽ നല്ലതാ. എന്നാ പോയി റെഡിയാവ്. അച്ചൂട്ടാ, നീ ഒരുങ്ങ്. ഇന്ന് നമ്മള് നേരത്തെയാ സ്കൂളിൽ പോന്നെ. അല്ല, അവൻ മാത്രമല്ല, നീ ഇറങ്ങ്. നമ്മള് 3 പേരും ഒരുമിച്ചാ പോന്നെ. 9 മണിക്കൊരു ബസ്സുണ്ട്. ഞാനേ അപ്പോഴേക്ക് ആരും ഒന്ന് കാണാം. ശരി, വാ. എന്താടി ഒരാലോചന? ഏയ്, സീതമ്മ എപ്പ വന്നു? ഇപ്പോ നീ എന്തോ ബോധം കെട്ട് വീണെന്ന് കേട്ടിട്ട് വന്നതാ. നീ ഇങ്ങനെ വിഷമിക്കണ്ട. അഞ്ജലി പറഞ്ഞു കാര്യങ്ങൾ. സത്യത്തിൽ നീ ആളെ നേരിട്ട് കണ്ടോ, അതോ വെറും തോന്നലായിരുന്നോ? ഇപ്പോഴും എനിക്കൊരു തീർച്ചയില്ല സീതമ്മേ. അത് വെറും ഒരു തോന്നലായിരിക്കണേന്നാ ഇപ്പോഴും എന്റെ പ്രാർത്ഥന. അയാൾ ഈ നാട്ടിലേക്ക് കയറി വന്ന പിന്നത്തെ കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യ. വയ്യെങ്കി ആലോചിക്കണ്ട, പോരെ. ഏതായാലും കഥ കുറച്ചൊക്കെ അറിയാവുന്ന എനിക്ക് തോന്നുന്നത് അയാള് വെറുതെ ഇരിക്കില്ലെന്നാ. ഇത്രയും നാള് നിങ്ങളെ കണ്ടു കിട്ടാത്ത സ്ഥിതിക്ക് ഇനി അയാൾ ശ്രമിക്കാൻ പോകുന്നത് നിങ്ങളെ സ്വത്തും മറ്റും കിട്ടാനായിരിക്കും. അത് ഈസിയായി കിട്ടിയ തൽക്കാലം അടങ്ങും. പക്ഷെ കിട്ടിയില്ലെങ്കിലാണ് പ്രശ്നം. അതങ്ങനെ കിട്ടില്ല സീതമ്മേ. അച്ചൂട്ടൻ ഇപ്പൊ കുളിച്ചിറങ്ങും. നീ പോയി അവൻ ആ യൂണിഫോം ഒക്കെ ഒന്ന് എടുത്തു കൊടുക്ക. ആരതി അവന്റെ ടിഫിൻ റെഡിയാക്കുക. ശരി. അവളെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാ. തൃപ്പങ്ങോട്ട് മേഘനാഥൻ ഒരിക്കലും അടങ്ങാൻ സാധ്യതയില്ല സീതമ്മേ. സ്വത്ത് കിട്ടുന്നത് അയാളുടെ ലക്ഷ്യം തന്നെയാ. ഞങ്ങൾ അത് ചോദിച്ചിനി അങ്ങോട്ട് മടങ്ങാനും പോകുന്നില്ല. പക്ഷേ
ഞങ്ങൾക്ക് ഉപേക്ഷിക്കാനും മടക്കി കൊടുക്കാനും കഴിയാത്ത അയാളുടെ ഒരു മഹാസ്വത്ത് ഞങ്ങളോട് ഇപ്പോഴും കൂടെയുണ്ട്. ഞങ്ങളുടെ അച്ചൂട്ടൻ, അയാളുടെ കോട്ടക്കൽ കാശിനാഥൻ. അവൻ ഞങ്ങളോടുള്ള കാലത്തോളം മേഘനാഥൻ തന്റെ പകയും പ്രതികാരവും കൂടെ കൊണ്ട് നടക്കും. ഒരു നാൾ ദേ ആ നടപ്പടി ചവിട്ടി അയാൾ ഈ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമെന്നുള്ളത് ഉറപ്പാ. ഞാൻ എന്നും പ്രതീക്ഷിക്കുന്നുണ്ടത്. ഇന്നാണോ നാളെയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.